റോക്കി അവളെ കണ്ടിരുന്നു. അവൻ വല്ലാത്ത ഭാവത്തിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. ഹായ് സ്വീറ്റ് ഹാർട്ട്, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്, പറഞ്ഞുകൊണ്ട് റോക്കി അവൾക്ക് ചുറ്റും നടന്നു. ഇച്ചായൻ്റെ ചെല്ലക്കിളി ഒന്ന് തടിച്ചോ? റോക്കി അവളെ അടിമുടി നോക്കി ചുണ്ട് കടിച്ചുകൊണ്ട് ചോദിച്ചു. ജ്വാലയ്ക്ക് തിരിച്ച് പറയാൻ ശബ്ദമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ വല്ലാതെ തളർന്നിരുന്നു. ശരീരം മൊത്തം വിറയൽ പടർന്നു. അവിടെ തന്നെ വീഴുമെന്ന് അവൾക്ക് തോന്നി. ഈശ്വരാ, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. മൈ സ്വീറ്റ് ഹാർട്ട്, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? അവൾ ഞെട്ടി റോക്കിയെ നോക്കി. ഇതുവരെ ആ കാര്യം അവന് ഓർമ്മ വരല്ലേന്ന് അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ജ്വാല അവൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഓർത്തുപോയി. സെക്കൻഡ് ഇയർ തുടങ്ങിയ മാസത്തിൽ നടന്ന സംഭവമാണ്. ഒരു ദിവസം ജ്വാലയും ഫ്രണ്ട്സും ക്ലാസ് കഴിഞ്ഞു വരികയായിരുന്നു. അന്ന് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. ഗേറ്റിൽ വലിയ ഒരു ആൾക്കൂട്ടം കണ്ടു. അവർ അങ്ങോട്ട് പോയി. ഒരു തടിമാടൻ അവരുടെ കോളേജിലുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അയാളുടെ വണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. എന്തോ ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായി. കുറച്ചു നേരം കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് ആ റൗഡി അവളുടെ മുന്നിൽ വന്നു നിന്നത്. അവൾ ഞെട്ടി മുഖമുയർത്തി നോക്കി. ഹായ് ഏഞ്ചൽ, എൻ്റെ കർത്താവേ, ഇത്രയും ഭംഗിയുള്ളൊരു പെണ്ണിനെ എവിടെ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു? ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മാലാഖയാണോ നീ? അപ്പോഴും അവൾ തരിച്ചു നിൽക്കുകയായിരുന്നു. എന്താ നടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാകാത്തതുപോലെ. ഏഞ്ചൽ, നിന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഇന്നു മുതൽ നീ എൻ്റെ പെണ്ണാണ്. നിനക്ക് വേറെ ലൈനുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിക്കോ. അത് കഴിഞ്ഞ് റോക്കി അവളുടെ ബാഗ് പിടിച്ചു വാങ്ങി ഒരു ബുക്ക് എടുത്തു. ഫസ്റ്റ് പേജ് തുറന്നു. അവളുടെ പേര് നോക്കി. ജ്വാല, സെക്കൻഡ് ഇയർ. ബാക്കി നോക്കാതെ ബുക്ക് ബാഗിലിട്ട് സിബ് അടച്ചു. നീ ഇപ്പോൾ സെക്കൻഡ് ഇയർ അല്ലേ? തേർഡ് ഇയർ ലാസ്റ്റ് എക്സാം കഴിഞ്ഞു പിറ്റേന്ന് നമ്മുടെ മിന്നുകെട്ട്, ഓക്കെ? റോക്കി അവളോട് പറഞ്ഞു. ഇനി എല്ലാവരോടും കൂടി. ഇവൾക്കിവിടെ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. ആരും ഇവളോട് കൂട്ടുകൂടരുത്. കൂട്ടുകൂടിയാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ല. റോക്കി ചുറ്റും നോക്കി പറഞ്ഞു. എല്ലാവരും പേടിയോടെ ഒഴിഞ്ഞുപോയി. അതിനുശേഷം എപ്പോഴും അവൾ ഒറ്റയ്ക്കായിരുന്നു. കോളേജ് ടോപ്പർ ആയിരുന്നത് കൊണ്ട് തന്നെ ടീച്ചേഴ്സിന് അവളെ ഇഷ്ടമായിരുന്നുവെങ്കിലും റോക്കിയെ അവർക്കൊക്കെ പേടിയായിരുന്നു. ആ സംഭവത്തിന് ശേഷം റോക്കി അവളുടെ വീടും സ്ഥലവും അന്വേഷിച്ചു കണ്ടെത്തി. പിന്നീട് കുറച്ച് മാസങ്ങൾ അവൻ ജയിലിലായിരുന്നു. എൻ്റെ ഏഞ്ചൽ എന്താ ആലോചിക്കുന്നത്? റോക്കി ചോദിച്ചു. എന്നെ ഇതുവരെ കാണാത്തത് എന്തുകൊണ്ടാണെന്നല്ലേ? അതേ ചെല്ലക്കിളി, ഞാൻ കുറച്ചു കാലം ജയിലിലായിരുന്നു. ഇന്നാണ് ഇറങ്ങിയത്. നേരെ എൻ്റെ മാലാഖയെ കാണാൻ വന്നു. എത്രയായി കണ്ടിട്ട്? ഇപ്പോൾ കണ്ട സന്തോഷത്തിന് ഇച്ചായന് ഒരു കിസ് തന്നേ എൻ്റെ കൊച്ച്. അതും കേട്ടതും ജ്വാല ഞെട്ടി മുഖമുയർത്തി. റോക്കി അവളുടെ കയ്യിൽ പിടിച്ചു തന്നിലേക്ക് അടുപ്പിച്ചു. അവൾ കുതറി. പക്ഷേ റോക്കിയുടെ ശക്തിക്ക് മുന്നിൽ അതൊന്നും ഏറ്റില്ല.